നമ്മൾ പാലായെക്കുറിച്ച് പറയുമ്പോൾ ഇത്തവണ പാലയ്ക്ക് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രത്യേകതയില്ല ആഷിക്ക്? ഉണ്ട്, തീർച്ചയായും. അപ്പോൾ ആഷിക്കിന് എന്ത് തോന്നുന്നു, ഈ പാലായിൽ ഒരു മൂന്ന് മുന്നണിയുടെ തീവാർന്ന മത്സരമല്ലേ നടക്കാൻ പോകുന്നത്? തീർച്ചയായും. പാല എന്ന് പറയുമ്പോൾ ഒരാളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ആരാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കേരളത്തിന് മൊത്തത്തിൽ അറിയാം. അതെ, മാണി മാണി. അതെ, മാണിയുടെ പാല. അതെ, പാലായുടെ മാണി. അതെ. 52 വർഷം, 1967 മുതൽ 52 വർഷം പാലായില് തന്റെ കുത്തകയാക്കി വെച്ചിരുന്ന KM മാണി. KM മാണിയുടെ മണ്ഡലത്തില് ഇതുവരെ LDF കളം പിടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു തവണ LDF സപ്പോർട്ട് ചെയ്ത് മാണി സി കാപ്പൻ സ്ഥലം മത്സരിച്ചിട്ടുണ്ട്. അതിൽ പരാജയപ്പെടുകയും ചെയ്തു. അത് 2016-ലാണ്. അപ്പോ ആ മാണി സി കാപ്പൻ തന്നെ ഈ 2026 ഇലക്ഷനിലും UDF വേണ്ടി നിന്ന് മത്സരിക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിനെതിരായിട്ട് വരുന്നത് ആരാ? നമ്മുടെ KM മാണിയുടെ മകനായ ജയിച്ചു മാണി സി കാപ്പൻ. ജോസ് കെ മാണിയെ തോപ്പിച്ചു. അതെ, അത് UDF പക്ഷത്തു. UDF നിന്ന് മത്സരിച്ചാണ് മാണി സി കാപ്പൻ നിയമസഭയിലേക്ക് എത്തിയത്. ഇത്തവണ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ അംഗം ഒരുക്കുമ്പോൾ KM മാണിയുടെ മകനാണ് എതിരാളി. KM മാണിയുടെ മകൻ മാത്രമല്ല എതിരാളി, ആളുകൂടിയുണ്ട്. ഒരു മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരാള്, ഷോൺ ജോർജ്. അതെ, PC ജോർജിന്റെ മകൻ. അതെ, ഒരു വേള കേരള കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസിന്റെ അധികായൻ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ്. അതേ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു കാരണവശാലും മാറ്റി നിർത്തപ്പെടാത്ത ഒരു മുഖമാണ് PC ജോർജ്. ഇപ്പോ അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് ആ ഒരു പിക്ചറിലേക്ക് കയറി വരികയാണ്. ദേശീയതയുടെ പാതയിലാണ് അദ്ദേഹം പാലായിൽ നിന്ന് മത്സരിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ത്രികോണ മത്സരം, അതിൽ പല സവിശേഷതകളൊന്നുണ്ട് ഇത്തവണ പാലായിലെ തെരഞ്ഞെടുപ്പില്. കാരണം മാണി സി കാപ്പന് അദ്ദേഹത്തിന്റെ അവസാനവട്ട തെരഞ്ഞെടുപ്പാണിത്. ജോസ് കെ മാണിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിടിവള്ളി, ഒരു ജീവൻ മരണ പോരാട്ടം. അദ്ദേഹം ഇതിൽ പരാജയപ്പെട്ടാൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ജോസ് കെ മാണി എന്നുള്ള പേര് മായ്ക്കപ്പെടും. അതേസമയം ഷോൺ ജോർജിനാണെങ്കിൽ അത് അദ്ദേഹത്തിന് ഒരു സുവർണ അവസരമാണ്. തീർച്ചയായിട്ടും ആ ഒരു പാലായിൽ പച്ച പിടിക്കാത്ത BJPയെ ആ മണ്ണിൽ കുറച്ചെങ്കിലും ഓർമ്മിപ്പിക്കപ്പെടുത്താനുള്ള ഒരു അവസരം ഷോൺ ജോർജിന് കിട്ടുന്നത് അല്ലെ? ഇതില് ഒരു കാര്യം പ്രധാനപ്പെട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആഷിക്ക, നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ കുറിച്ച് ഒരു ചെറിയ ബ്രീഫ് നമ്മളിവിടെ പറയേണ്ടി വരും. ഈ ജോസ് കെ മാണി എന്ന് പറയുന്ന, പ്രത്യേകിച്ച് ജോസ് കെ മാണിയെ കുറിച്ച് തന്നെ നമുക്ക് പറയണം. കാര്യം KM മാണി എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ അധികായൻ, അതായത് കോട്ടയത്ത് KM മാണി സാറിന്റെ കേരള കോൺഗ്രസിനാണോ വലിപ്പം അതോ ഉമ്മൻചാണ്ടി സാറിന്റെ കോൺഗ്രസിനാണോ വലിപ്പം? ഇവർ തമ്മിൽ ഒരു ആശയപരമായിട്ട് അല്ലെങ്കിൽ വലിപ്പത്തിന്റെ ഒരു ഇതിൽ ഭയങ്കര ഫൈറ്റ് മനസ്സിലുണ്ടായിരുന്നവരാണ് UDF മുന്നണിയിൽ. കോട്ടയത്തൊന്നല്ല, കേരള രാഷ്ട്രീയത്തിൽ ഈ രണ്ട് അധികായന്മാരെ പോലെ മറ്റൊരാൾ ഒരു നൂറ്റാണ്ടിലേക്ക് മറ്റൊരാളില്ല, അല്ലെങ്കിൽ ഇനി ഉണ്ടാവില്ല. ഇപ്പൊ അവരുടെ കബറിടത്തില് പോയി പ്രാർത്ഥിച്ചിട്ടാണ് അതുപോലുള്ള മത്സരാർത്ഥികൾ അനുഗ്രഹം വാങ്ങി വരുന്നത്. അതെ, ഇതില് ആഷിക്ക് ഒരു കാര്യം അറിയോ, ഈ ജോസ് കെ മാണിയുടെ പിതാവ് മാണി സാറിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ, മാണി സാറിനെ കാണാൻ എന്റെയൊക്കെ ഈ ജോലിയുടെ ഭാഗമായിട്ട്, ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പോയിട്ടുണ്ട് കാണാനൊക്കെ. ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയോ, നമ്മൾ അതിശയിച്ചു പോകും. നമ്മളൊരു പേപ്പറും കൊണ്ടായിരിക്കും പോകുന്നത്. കമ്പനിയുടെ ഒരു ആവശ്യവുമായി PR വർക്കിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോവുകയാണ്. മാണി സാർ ഇങ്ങനെ നമ്മളെ ചേർത്തങ്ങ് പിടിക്കും. മാണി സാർ ഇങ്ങനെ തോളി കഴിയുമ്പോൾ നമ്മൾ ദൈവം ഇത്രയും വലിപ്പമുള്ള ഒരു മനുഷ്യൻ, അത്രയ്ക്ക് ജനകീയനാണ്, ഉമ്മൻചാണ്ടിയെ പോലെ ഇത്രയും വലിപ്പമുള്ള ഒരു മനുഷ്യൻ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എന്നാടാ മോനെ, എന്നാ ഈ പേപ്പർ, എടാ ഇങ്ങി വന്നേടാ എന്ന് പറഞ്ഞ് കോട്ടയംകാരന്റെ സ്ലാങ് അദ്ദേഹത്തെ കാണുമ്പോഴാണ് മറ്റു ചിലരെ എടുത്ത് തോട്ടിലെറിയാതെ. ഉമ്മൻചാണ്ടി സാറിന്റെ അതേ സ്റ്റൈലിലാണ്. ഉമ്മൻചാണ്ടി സാർ ഇങ്ങനെ അല്ല, എന്താ വേണ്ടേ, ആർക്കെ ഇങ്ങി വരും, ഇതങ്ങ് കൊടുക്കൂ എന്ന്. അപ്പൊ ആ രീതിയിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹം പാലായിൽ ചെയ്തിട്ടുള്ള, എനിക്ക് പാലായുമായിട്ട് വളരെ കുറച്ച് ബന്ധമുണ്ടല്ലോ, പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മൾ കാണുന്ന ഈ റോഡുകളുടെയൊക്കെ എന്തൊരു ഭംഗിയുള്ള, ഫുള്ളി റബ്ബറൈസ്ഡ് റോഡാണ്, എന്ത് മനോഹരമായിട്ട് ആ പാല എന്ന മണ്ഡലം മാണി സാർ കൊണ്ടുപോയി. അപ്പൊ ഇവിടെ നമുക്ക് പറയേണ്ടത്, ജോസ് കെ മാണി ഇപ്പോ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഭയങ്കര രാഷ്ട്രീയ നാടകം ഉണ്ടാകേണ്ടതായിരുന്നു. ജോസ് കെ മാണി UDF മുന്നണി മാറ്റത്തിലേക്ക് ബിഷപ്പ് വരെ ഇടപെട്ട്, അവരുടെ മേലധ്യക്ഷന്മാർ വരെ ഇടപെട്ട് അദ്ദേഹം തിരികെ UDF ഇതാ പോയി എന്ന് കേട്ടത്. അത് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട്. ജോസ് കെ മാണിയുടെ UDF പ്രവേശനം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് UDF ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ജോസ് കെ മാണി വിഭാഗം എന്ന് പറയുന്ന റോഷി അഗസ്റ്റിൻ ജയിച്ചിട്ടുണ്ട്, ജോബ് മൈക്കിൾ ജയിച്ചിട്ടുണ്ട്, ജയരാജ് ജയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5 പേര് മത്സരിച്ചിട്ട് തോറ്റുപോയത്, 5 മണ്ഡലങ്ങളിൽ തോറ്റുപോയത് ഇദ്ദേഹം, ജോസ് കെ മാണി മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മുന്നണി
എന്ന് പറയുന്നത് UDF മുന്നണിക്ക് ജോസ് കെ മാണിയെ എടുത്താൽ അതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് അവർക്കറിയാം. ജോസ് കെ മാണി മാണി വിഭാഗത്തിൽ. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ പഴയ തറവാട്ടിൽ അദ്ദേഹം തിരിച്ചെത്തുകയാണ്, കുടുംബത്തിലേക്ക് അദ്ദേഹം പുതിയ തലമുറ തിരിച്ചെത്തുകയാണ്, UDF-ലേക്ക് തിരിച്ചെത്തുകയാണ്. എന്തുകൊണ്ട് UDF-ലേക്ക് എത്തുക എന്നതാണ് ഒരു ജോസ് കെ മാണിയെ സംബന്ധിച്ച ഒരു സേഫ് ആയിട്ടുള്ള ഒരു തീരുമാനം. പക്ഷേ അങ്ങനെ എത്താതിരിക്കുന്നതിന്റെ കാരണക്കാരൻ ഈ റോഷി അഗസ്റ്റിനായിരുന്നു. റോഷി അഗസ്റ്റിനാണ് ഇതിനകത്ത് കളിച്ചത്. അതുപോലെ ഈ പാലായിലും ജോസ് കെ മാണി മത്സരിക്കത്തില്ലായിരുന്നു. കാര്യം പ്രായം കൊണ്ട് ജോസ് കെ മാണിക്ക് ഇപ്പോൾ 60 വയസ്സ് അടുപ്പിച്ചാവും. ജോസ് കെ മാണി ഇനി ഒരു മന്ത്രിയെങ്കിലും ആയില്ലെങ്കിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒന്നും അല്ലാതായി ഇപ്പോൾ. കാര്യം അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ രാജ്യസഭയിൽ അദ്ദേഹം അംഗമാണ്. അതും പിണറായി സർക്കാർ അവരുടെ സീറ്റ് CPM-നുള്ള രാജ്യസഭാ സീറ്റ് കൊടുത്തിട്ടാണ് ജോസ് കെ മാണി അവിടെ ഇരുത്തിയിരിക്കുന്നത്. 2021 മാണി സി കാപ്പന് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ജോസ് കെ മാണിയോട് മത്സരിച്ചപ്പോൾ കിട്ടിയത്. അവിടെ നിന്ന് നാണം കെട്ട തോൽവിക്ക് ശേഷം പിണറായി ഇടപെട്ടാണ് ഇദ്ദേഹത്തെ രാജ്യസഭാ സീറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത്. ഇനി തീരാൻ വേണ്ടി 3 വർഷം ബാക്കി നിൽക്കുകയാണ് അദ്ദേഹം ഈ 2026 നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. അതെ, ഇതിലെ വേറൊരു കാര്യം എന്നറിയോ ആഷിഖെ, ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ജോസ് കെ മാണിയെ ഒരു മുന്നണി നേതാവെന്ന രീതിയിൽ പിണറായി വിജയൻ വളരെയധികം ചേർത്ത് നിർത്തിയിട്ടുണ്ട്. മുന്നണി യോഗങ്ങളിലൊക്കെ ജോസ് കെ മാണിയോട് ഭയങ്കരമായ ഒരു സ്നേഹവും ഒരു ചേർത്ത് നിർത്തലും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നേരത്തെ ഈ കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഈ ബാർക്കോഴ വിവാദം ഉണ്ടായ സമയത്ത് ബാർക്കോഴ വിവാദം ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ആരെന്നറിയോ? കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഉമ്മൻചാണ്ടി തന്നെ ഇടപെട്ട ഒരു രാഷ്ട്രീയ നാടകമായിരുന്നു. അന്ന് ഈ മാണിയെ മുഖ്യമന്ത്രി ആക്കാം എന്ന് പറഞ്ഞു. കാര്യം മാണിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുക എന്നുള്ളത്. അപ്പോൾ ഇവർ തമ്മിൽ 2 സീറ്റ് വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ആര് തമ്മിൽ? UDF LDF തമ്മിൽ. ഞാൻ പറയുന്നത് 2011 കഥയാണ് പറയുന്നത്. അപ്പോൾ അവിടെ അന്നാണ് ഈ ബാർക്കോഴ വിവാദം ഉണ്ടാകുന്നത്. ബഡ്ജറ്റ് സമ്മേളനം നടക്കുമ്പോൾ കലാപം നടക്കുന്നത്. അപ്പോൾ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു. ഈ പറയുന്ന മാണി സാറിന്റെ ഫാമിലിയായിട്ട് അടുപ്പമുണ്ടായിരുന്നു. ആ അടുപ്പമാണ് പിന്നീട് അങ്ങോട്ട് മാണി സാറിന്റെ മരണശേഷം ഈ പറയുന്ന രീതിയിൽ ജോസ് കെ മാണിയെ UDF ഒറ്റപ്പെടുത്തുമ്പോൾ ജോസ് കെ മാണിയെ LDF ചേർത്ത് പിടിക്കുന്നത്. എന്നിട്ട് അവർ ചോദിച്ച സീറ്റ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തു. ഈ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ സീറ്റ് അവർക്ക് കൊടുക്കുമായിരുന്നു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ചരിത്രം, പാലായിൽ ഇപ്പോൾ ജോസ് കെ മാണി മത്സരിക്കുന്നതിന് ഇടയായ സാഹചര്യമാണ്. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിൽ ഒരു സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് വാട്ടർ അതോറിറ്റിയുടെ കോമ്പൗണ്ടിനകത്ത് സ്ഥലം കൊടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി മന്ത്രി ഈ പറയുന്ന റോഷി അഗസ്റ്റിനെ കൊണ്ട് പിണറായി പറയുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം വരുന്നത്. ഒരു ഭയങ്കര രാഷ്ട്രീയ നാടകത്തിലൂടെ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്, ഇപ്പോൾ ആഷിഖ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ജീവൻ മരണ പോരാട്ടമാണ്. അദ്ദേഹത്തിന് മാത്രമല്ല CPM നന്നായിട്ട് പണിയെടുത്ത് അദ്ദേഹത്തെ ജയിപ്പിക്കേണ്ടത് CPM-ന്റെ മുന്നണിയുടെ ഒരു ആവശ്യവും കൂടെയാണ്. ചേട്ടാ, അത് മാത്രമല്ല, മറ്റൊരു കാര്യമുണ്ട്. ഈ ആദ്യം കടുത്തുരുത്തി MLA മോൻസ് ജോസഫിനെ വെല്ലുവിളിച്ച് ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിക്കുമെന്ന് പറഞ്ഞു. കാരണം കുറച്ചെങ്കിലും വേരോട്ടം ഉള്ളത് കടുത്തുരുത്തിയിലാണ്, കുറച്ചെങ്കിലും സംഘടനാ ശക്തിയുള്ളത് കടുത്തുരുത്തിയിലാണ്. പാലായില് അദ്ദേഹത്തിന്റെ ഭാര്യയായ നിഷ ജോസ് കെ മാണിയെ നിർത്തണം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. പക്ഷെ അതിന് മുമ്പ് നടന്ന ഒരു പ്രസ് മീറ്റിലാണ് റോഷി അഗസ്റ്റിൻ അനൗദ്യോഗികമായിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് ഞങ്ങളുടെ പാലായിലെ സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞ് ഇദ്ദേഹം പോലും ജോസ് കെ മാണി പോലും അറിയാതെ അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തിയത്. അപ്പൊ ഒരു പാർട്ടി ചെയർമാൻ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി. ഒരു നിസ്സഹായതോടെയാണ് അദ്ദേഹം ആ ഒരു സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചത്. തീർച്ചയായിട്ടും. അപ്പോൾ ജോസ് കെ മാണിക്ക് ഇവിടെ ജയിച്ചേ കഴിയുള്ളൂ. താങ്കൾ പറഞ്ഞ പോലെ ഇനി അദ്ദേഹം ജയിച്ചില്ലെങ്കിൽ ഈ മുന്നണിയുടെ ലീഡർ എന്ന് പറയുന്നതിനും വലിയ വിലയില്ല. അദ്ദേഹത്തിന് കേരളത്തിൽ മന്ത്രിയായിരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ആ ഒരു രാഷ്ട്രീയ, പക്ഷെ അത് LDF ജയിക്കണം, LDF ഭരണത്തിൽ വന്നാലേ മന്ത്രിയായിരിക്കാൻ കഴിയും. അപ്പൊ അദ്ദേഹം രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് ഒരു MLA, ഇപ്പൊ മന്ത്രിയായാലും ഇല്ലെങ്കിൽ പോട്ടെന്ന് വെക്കാം, പക്ഷെ ഒരു MLA ആയിട്ട് പാലയിൽ വരിക എന്നുള്ള അദ്ദേഹത്തിന് വളരെ വലിയ ആഗ്രഹമാണ്. അതെ, ഒരു ജീവിതാഭിലാഷമാണ്. അതെ. അപ്പൊ അവിടെ തടയായി വരുന്ന 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഈ മാണി സി കാപ്പന്റെ വിഷയം. മാണി സി കാപ്പൻ വളരെ കോൺഫിഡൻസിലാണ്. കാര്യം അദ്ദേഹം അവിടുത്തെ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ആൾക്കാർക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിലെ വോട്ട് അദ്ദേഹം ഭയങ്കരമായി, പ്രത്യേകിച്ച് ഉൾഗ്രാമങ്ങളിലുള്ള വോട്ടുകൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല, ഞാൻ അങ്ങനെ കാത്തിരിക്കുന്നുണ്ട്, എനിക്കറിയാം ഞാൻ ജയിക്കുമെന്ന്, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്, എത്ര വോട്ടിന് ജയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞാൽ പറഞ്ഞുതരാമെന്നാണ് മുഖ്യധാര മാധ്യമങ്ങളോടൊക്കെ അദ്ദേഹം പറയുന്നത്. അതെ, അദ്ദേഹം ആദ്യം LDF-ന്റെ ഭാഗത്ത് നിന്ന് മത്സരിച്ചപ്പോൾ 12 കോടിയോളം രൂപയുടെ വികസനങ്ങൾ പാലാ മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്തു. അത് മാത്രമല്ല, അതിന് ശേഷം അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് UDF-ന്റെ സമയത്തായിരുന്നപ്പോൾ 8 കോടിയുടെ 21 ജയിച്ചതിന് ശേഷം 8 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് അദ്ദേഹം. അതെ. ഏതായാലും അദ്ദേഹത്തിന് ഒരു എതിരാളിയല്ല എന്ന് പറയുമ്പോൾ
ഇനി നമുക്ക് ഒരു ആളെ കൂടെ പറയാതെ പോകാൻ കഴിയില്ല, ഷോൺ ജോർജ്, PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ്. അത് നമ്മൾ തമ്മിൽ പറഞ്ഞ പോലെ ഈ പറയുന്ന BJP-യുടെ വളർച്ച, BJP ഇതുവരെ കേരളത്തിൽ പിന്നെ അവരുടെ വോട്ട് ഷെയർ, ഇപ്പൊ ഈ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ BJP കാട്ടാൻ പോകുന്നത് വോട്ട് ഷെയർ വർധനവ് എത്രയുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മേഖലയിൽ എത്ര പേർ BJP-യോട് NDA മുന്നണിയോട് ആഭിമുഖ്യം കാണിക്കുന്നു എന്ന് തെളിയിക്കേണ്ടത് ഷോൺ ജോർജിന്റെ ആവശ്യമാണ്. അത് ഈ പലതുള്ളി പെരുവെള്ളം എന്നുള്ള രീതിയിൽ വോട്ട് കൂട്ടി വരികയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, 2016 ഇലക്ഷനിൽ BJP-യിലെ N. ഹരി മത്സരിച്ചപ്പോ 24,000 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. മറിച്ച് 2019 ആയപ്പോ അത് 18,000 ആയി. 2021 ആയപ്പോ അത് നേരെ 10,000 ആയിട്ട് ഇടിഞ്ഞു. പക്ഷേ 2025 ലോക്സഭാ ഇലക്ഷനിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് പാലാ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മാത്രം ലഭിച്ചത് 22,000 വോട്ടാണ് BDJS-ന്. അതെ. അപ്പൊ ആ ഒരു വർഷം തോറും അവരെ വോട്ട് കൂട്ടി വരികയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഈ 2019 മാണി സി കാപ്പൻ ജയിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ഈ PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും പിന്തുണ കൂടി ഉണ്ടായിരുന്നു. അത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതേ സപ്പോർട്ട് ചെയ്ത ഒരാൾ ഓപ്പോസിഷൻ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അല്ല, ഇതില് എനിക്ക് തോന്നുന്ന ആഷിക്ക് ഇവരെ സംബന്ധിച്ച് അവർക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച് കാണിക്കുക എന്നുള്ളത് ഇപ്പൊ ക്രിസംഖികൾ വരെയുണ്ട്. അതായത് നരേന്ദ്രമോദിയുടെ ആഭിമുഖ്യമുള്ള BJP-യുടെ ആഭിമുഖ്യമുള്ള ഒരു കൂട്ടം ക്രിസ്ത്യൻ സമൂഹമുണ്ട്. അവര് ഈ പറയുന്ന ന്യൂനപക്ഷ സമൂഹം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു പരിധിവരെ അവർ BJP-യെ ഭയക്കുന്നുണ്ട്, RSS-നെ ഭയക്കുന്നുണ്ട്. അത് ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഇവരെ RSS, ഇവരുടെ സംഘപരിവാറിനെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇവരുടെ നല്ല വശങ്ങളെ ഇവർക്ക് ഇപ്പൊ നല്ലത് കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഭയന്നിട്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടം കൊണ്ടാകാം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിന്റെ ഒരു കാര്യങ്ങൾ നടന്നു പോകുന്നത് കൊണ്ടാകും. അപ്പൊ ക്രിസ്ത്യൻ സമൂഹം എപ്പോഴും പ്രാക്ടിക്കൽ ലൈഫിന്റെ പുറകെ പോകുന്നവരാ. അപ്പൊ അങ്ങനെ ക്രിസംഖികൾ, അതായത് ഈ രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം ഈ കാവി ഒന്ന് ചെറുതായി കുറഞ്ഞിട്ടുണ്ട്. കാവിയുടെ ഒരു പ്രസരം കുറഞ്ഞിട്ടുണ്ട്. കാര്യം കേരളത്തിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജിയെ നടപ്പാവുള്ളൂ എന്ന് BJP മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഷോൺ ജോർജിന്റെ വോട്ട് വർധനവ് അത് BJP നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഷോൺ ജോർജ് ജയിക്കുമെന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറില്ല. ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടായിരിക്കും ഇവർ രണ്ടുപേരിൽ ഒരാള് ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത്. അത് എത്ര ശതമാനം വോട്ട്, അതായത് മുൻപക്ഷത്തെ ഭൂരിപക്ഷം എത്ര കുറഞ്ഞു എന്നുള്ള രീതിയിൽ അപേക്ഷിച്ചിരിക്കും.